ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ കൊച്ചു കാറും എടുത്തുകൊണ്ട് എൻ്റെ മോൻ ദേവൂസിനെ വിളിക്കാനായിട്ടുള്ള പോക്കാണ്. എൻ്റെ ഇപ്പുറവശത്ത് എൻ്റെ രണ്ടാമത്തെ മകൻ ഇരിപ്പുണ്ട്. അവനില്ലാതെ ഈ വണ്ടി ഞാൻ എടുക്കുകയില്ല കേട്ടോ. എന്തോ എനിക്കറിയില്ല, അവനാണെൻ്റെ പോസിറ്റീവ് എനർജി. അപ്പോൾ അവനാണ് എനിക്ക് വണ്ടിയിലിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവൻ 18 വയസ്സായ മകനാണെന്ന്. അല്ല, അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അവന് എല്ലാ കാര്യങ്ങളും അറിയാം വണ്ടിയുടെ. അങ്ങനെ അവൻ എനിക്ക് പറഞ്ഞു തരുന്നതനുസരിച്ചാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് അല്ലാതെ ചെറിയൊരു ഭയമുണ്ട് കേട്ടോ ഉള്ളിലേ. ഞാൻ ഓടിക്കും, തിരുവനന്തപുരം വരെയൊക്കെ ഞാൻ ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതെല്ലാം ശരി തന്നെ. പക്ഷേ എൻ്റെ ഈ പുത്രനില്ലാതെ എനിക്ക് വണ്ടി എടുക്കാനായിട്ട് ഭയങ്കര വിഷമമാണ്. എന്തോ എനിക്കറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷനാണ്. അവനാകുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മൾ പെണ്ണുങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ തിരിച്ച് വളച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് എല്ലാവർക്കും ഇല്ല കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മകൻ പ്രത്യേകം അവൻ പറഞ്ഞു തരും, അമ്മേ ഇങ്ങോട്ടാണ്, അങ്ങോട്ടാണ്, അങ്ങനെയാണ് വളയ്ക്കേണ്ടത്, ഇങ്ങനെയാണ് വളയ്ക്കേണ്ടത്, അങ്ങോട്ടൊടി ഇങ്ങോട്ടൊടി എന്നൊക്കെ പറഞ്ഞ് അവൻ നല്ല കൃത്യമായി പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് അവനില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ എനിക്ക് വളരെ പാടാണ്. അവൻ കുറച്ച് നാളായി ഇവിടെ ഇല്ലായിരുന്നു. അവൻ്റെ ചേച്ചിയമ്മയുടെ വീട്ടിലായിരുന്നു, അതായത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ. അപ്പോഴൊക്കെ ഞാൻ ഒരാഴ്ച വണ്ടി എടുക്കാതെ ഇട്ടിരുന്നു. അപ്പോഴമ്മ പറയും, എന്താടി നീ വണ്ടി എടുക്കാത്തത്, വണ്ടി കൂടെ എടുക്കണ്ടേ? ഞാൻ പറയും, അമ്മ ശ്രീമോൻ വരട്ടെ. അവൻ്റെ പേര് ശ്രീരാഗ് എസ് കുമാർ എന്നാണ് കേട്ടോ. അവനെ ശ്രീമോൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാനെന്നല്ല, ഇവിടെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവനില്ലാതെ എന്തോ എനിക്കറിയില്ല, ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അവനില്ലാതെ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റത്തേയില്ല. ഞാൻ ഒരു ദിവസം അങ്ങനെ ശ്രമിച്ചു നോക്കി അവനില്ലാതെ. പക്ഷേ വണ്ടിക്കും അത് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, അവനില്ലാതെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. അന്ന് വണ്ടി ഓടിയില്ല, കാരണം വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഒരു വിധത്തിൽ സ്റ്റാർട്ടാവുന്നില്ല. നോക്കിയപ്പോൾ വണ്ടിയുടെ ബാറ്ററി നിന്നുപോയി, അതായത് കഴിഞ്ഞു. വണ്ടിയുടെ ബാറ്ററിയുടെ സമയം കഴിഞ്ഞു. അങ്ങനെ പുതിയ ബാറ്ററി ഒക്കെ വാങ്ങിച്ചിട്ടു. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് കേട്ടോ, ഹ്യൂണ്ടായി i10 സെക്കൻഡ് ഹാൻഡാണ്. അപ്പം അതിൻ്റേതായ റേറ്റേ ഉള്ളൂ. പിന്നെ ഒരാഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ്, വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ എന്തായാലും എൻ്റെ ഹസ്ബൻഡും ഇത് ഓട്ടിച്ച് പഠിച്ചു, ലൈസൻസൊക്കെ എടുത്തതിന് ശേഷമാണ് ഗൾഫിൽ തിരിച്ചു പോയത്. അപ്പം പുള്ളിക്കാരന് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓടിച്ച് എല്ലാം ക്ലിയറായി കഴിഞ്ഞപ്പോഴത്തേക്ക് പോകാനുള്ള സമയവുമായി. അപ്പോൾ പിന്നെ ഓടിക്കാൻ പറ്റാതെയായി. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഓടിച്ചിട്ട് എനിക്ക് മുൻവശത്തിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഓടിക്കുന്നതിനെക്കാട്ടിയും എൻ്റെ ഹസ്ബൻഡ് ഈ വണ്ടി ഓടിച്ചിട്ട് അതിൻ്റെ മുന്നിൽ കയറി ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ ഇരിക്കുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടം. സത്യം, എനിക്കെന്തോ അതാണിഷ്ടം. പക്ഷേ എല്ലാവർക്കും അറിയത്തില്ല. എനിക്ക് ചിലർക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഹസ്ബൻഡിനെ ഇരുത്തിക്കൊണ്ട് പോകാനായിരിക്കും ഇഷ്ടം. ഞാൻ ഒത്തിരി നാൾ അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് ലൈസൻസ് എടുക്കാതിരുന്ന സമയത്ത് ഞാൻ ഒത്തിരി നാൾ വർഷങ്ങൾക്ക് മുമ്പേ ലൈസൻസ് എടുത്താണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പം വന്നിടയ്ക്കാണ് ലൈസൻസ് എടുത്തത്. അപ്പോൾ ലൈസൻസ് എടുത്തിട്ട് പോവുകയും ചെയ്തു. അപ്പം എന്തായാലും അണ്ണനെയും വെച്ചുകൊണ്ട് ഞാൻ തിരുവനന്തപുരം, അണ്ണൻ്റെ വീട് കണിയാപുരമാണ്, അവിടെയൊക്കെ ഞാൻ യാത്ര ചെയ്തതാണ്. അപ്പോൾ പക്ഷേ അപ്പോഴത്തേക്ക് അണ്ണൻ ലൈസൻസ് കിട്ടിയപ്പോൾ അണ്ണനെ തിരിച്ച് ഗൾഫിൽ പോകാനുള്ള സമയമായി. അതുകൊണ്ട് നമ്മളവിടെ യാത്ര അവസാനിപ്പിച്ചു. എന്നിട്ട് ഞാൻ കൂടെയൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോകും. ഇതാണ് ദേവൂസിൻ്റെ സ്കൂളെത്തി. ഇനി നമുക്ക് സ്കൂളിലോട്ട് വണ്ടി കടത്തി വിടാം. അപ്പോൾ ഇതാണ് ദേവൂസിൻ്റെ സ്കൂൾ. എല്ലാവർക്കും അറിയാം, ഞാൻ മുന്നേ ഉള്ള വീഡിയോകളിലെല്ലാം ഈ സ്കൂളിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.